മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെ മുത്തശ്ശിയുടെ വീടും പറമ്പൊക്കെ നഷ്ടപ്പെടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഉണ്ണി കിട്ടുന്ന അവസരം പാഴാക്കാതെ ഈ കരുണയുടെ മുത്തശ്ശിയുടെ സർവ്വ സമ്പാദ്യവും വാങ്ങിയെടുക്കും. പിന്നീട് കരുണയെ സ്വീകരിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഉണ്ണി അതൊക്കെ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടാണ് ഈ കരുണയുടെ മുത്തശ്ശീനെ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ മുത്തശ്ശി ഉണ്ണീനെ കണ്ടത്, മോനെ ഉണ്ണിക്കുട്ട, ഞാനൊരു കാര്യം പറയാനാ വന്നത്, മോൻ കരുണമോളെ കൈവിടരുതെന്ന് പറയുമ്പം അതെന്താ ഇപ്പം അങ്ങനെ ആയത്? എന്നെ നിങ്ങളെപ്പോഴും മണ്ണുണ്ണി, ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി എന്നൊക്കെ ആർന്നൂലെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്നെ ആവശ്യമായ അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചുമോളും എന്നെ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് എന്നെ ഇതുവരെ ഒരു വില ഉണ്ടായിട്ടില്ല. എപ്പോഴും എന്നെ പരിഹസിക്കലും ആക്ഷേപിക്കലും തന്നെയായിരുന്നു അവളുടെ പണി. അതുപോലെ നിങ്ങളുടെ മകനും അതെ. എന്നിട്ടിപ്പോൾ എന്താ അതിനൊക്കെ ഒരു മാറ്റം വന്നോ? എന്തായാലും നിങ്ങളുടെ മകൻ കാരണം എനിക്ക് എൻ്റെ അച്ഛനില്ലാതായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സർവ്വസമ്പാദ്യവും കണ്ണേട്ടൻ്റെ പേരിലായത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേനെ. അതിനൊക്കെ കാരണക്കാരൻ നിങ്ങളുടെ മോന. അങ്ങനെയുള്ള നിങ്ങളുടെ കൊച്ചുമോളെ വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണോ നിങ്ങൾ പറയണേന്ന് ചോദിക്കുമ്പോൾ, അത് പ്രതാപൻ ചെയ്ത തെറ്റിന് എന്തിനാ മോനെ കരുണമോളോട് ദേഷ്യം കാണിക്കണം? അത് പ്രതാപൻ തന്നെ ചെയ്തതൊന്നും അല്ലല്ലോ, മോൻ്റെ അമ്മാവനല്ലേ അവനക്ക് അതിന് കൊട്ടേഷൻ കൊടുത്ത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മാവൻ കൊട്ടേഷൻ കൊടുത്തെങ്കിലും കൊന്നത് പ്രതാപനല്ലേ, അപ്പം എനിക്കങ്ങനെ പൊറുക്കാനൊന്നും പറ്റില്ല. എൻ്റെ പൊന്നു മോനെ, നീ അങ്ങനെ പറയല്ലേ, എൻ്റെ കരുണമോളെ കൈവിടല്ലേ, അവളൊരമ്മയാവാൻ പോവുമല്ലേ, മോൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ. ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ കൈവിടരുത്, എൻ്റെ മോളാണെങ്കിൽ അവിടെ കിടന്ന് കരച്ചിലോട് കരച്ചിലാന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, എന്തെന്നും പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കുമെന്നും പറഞ്ഞാണോ കരയണേന്ന് വയ്ക്കുമ്പം അതേ മോനെന്ന് പറഞ്ഞതും ഈ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം അവൾ എനിക്കൊരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് ഭർത്താവായിട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും അവൾക്കത് പ്രശ്നമൊന്നുമില്ല. അവൾക്ക് എപ്പോഴും പറച്ചിൽ അവളുടെ അച്ഛനും മുത്തശ്ശിക്കും ഒരുപാട് സമ്പാദ്യമുണ്ട്, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോയാലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു. ഇപ്പം എന്തേ ആ സമ്പാദ്യം ഒന്നും പോരെ അവക്കെന്ന് വയ്ക്കുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് കരുണമോളുടെ ബുദ്ധിമോശം കൊണ്ട് കരുണമോള് പറഞ്ഞതാ, അതൊക്കെ മോൻ മറന്നു കളാന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതല്ല ഞാൻ മറന്നു കളഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോയെന്ന്. ആ സമയം ഈ പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആകെ സംശയം വരുന്നുണ്ട്, ഇവരെന്താ ഉദ്ദേശിക്കണേന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ഒരു വീടും പറമ്പൊക്കെ സ്വന്തമായിട്ടുണ്ടല്ലോ, കരുണേനെ ഞാൻ വേണമെങ്കിൽ സ്വീകരിക്കാം, അതിന് എനിക്ക് പകരമായിട്ട് മുത്തശ്ശിയുടെ വീടും പറമ്പും എൻ്റെ പേരിലേക്ക് അങ്ങനെ എഴുതി തരാമോന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ? അപ്പം ഇവൻ കരുണമോളെ ഇത്രയും നാൾ സ്നേഹിച്ചതുപോലെ അഭിനയിച്ചതായിരിക്കും. എന്തായാലും ഞങ്ങളുടെ സ്വത്ത് കണ്ടിട്ടാണ് ഇവൻ കരുണമോളെ വിവാഹം കഴിച്ചത്. ഇനിയിപ്പോൾ പ്രതാപൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ കരുണമോളെ സ്വീകരിക്കൂല. എന്തായാലും കിട്ടിയ അവസരം പാഴാക്കണ്ട, ഇവനക്ക് എൻ്റെ സ്വത്തുക്കൾ കൊടുത്താലും വേണ്ടില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കുമല്ലോ എന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ വീടും സ്ഥലവും നിൻ്റെ പേരിൽ എഴുതി തന്നാൽ നീ കരുണമോളെ സ്വീകരിക്കുമെന്ന് വയ്ക്കുമ്പം ആദ്യം നിങ്ങളുടെ വീടും സ്ഥലവും എൻ്റെ പേരിൽ എഴുതി താ, അതിനുശേഷം കരുണേനെ സ്വീകരിക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം. പിന്നെ വീടും സ്ഥലവും നിങ്ങൾ എൻ്റെ പേരിൽ എഴുതി തന്നാലും കമലേശ്വരത്തേക്ക് കരുണേനെ കൊണ്ടുവരണമെങ്കിൽ അത് കണ്ണേട്ടനും മഹാലക്ഷ്മിയും തന്നെ തീരുമാനിക്കണം. എന്തായാലും അവൾ കാരണമാണല്ലോ മഹാലക്ഷ്മിക്ക് അങ്ങനെ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് മഹാലക്ഷ്മിനെയും കണ്ണനെയും കണ്ട് മാപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള വഴി ഒരുക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തം. അതിനൊന്നും എന്നെ കിട്ടൂല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നീ കരുണമോളെ സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവർ സമ്മതിച്ചാൽ മാത്രമേ ഇവിടെ കയറി താമസിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. എന്നാൽ ഞാൻ കരുണമോളോട് ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും ചെന്ന് കണ്ട് മാപ്പ് പറയാമെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മ പോയി കഴിഞ്ഞതും ഉണ്ണി അകത്തേക്ക് എന്നതും ദുർഗ ചോദിക്കുന്നുണ്ട്, നീ അവരോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എന്തായാലും എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടിയതാ, ആ അവസരം ഞാൻ എന്തായാലും വിനിയോഗിക്കാമെന്ന് കരുതിയെന്ന് പറയുമ്പം ദുർഗ നീ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചതും അവരുടെ വീടും സ്ഥലവും എനിക്ക് എഴുതി തരുവാണെങ്കിൽ ഞാൻ കരുണയെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ആകെ അത്ഭുതമാവുന്നുണ്ട്. എടാ മോനെ, നീ എന്തൊക്കെയാണ് പറയണേ? നിൻ്റെ അച്ഛനെ കൊന്ന ആളുടെ മോളെ നീ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞാൽ അത് കണ്ണനും ഒക്കെ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. എന്തായാലും ഇങ്ങോട്ടും അല്ലെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയെ സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെയും കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് കരുണയുടെ മുത്തശ്ശിയുടെ ഉത്തരവാദിത്തമാണ്. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ഇവൻ്റെ ആ പെരുമാറ്റം ഒട്ടും ഇഷ്ടമാവണില്ല. എന്നാലും നിന്നെ ഞാൻ ഇങ്ങനെ അല്ലല്ലോടെ വിചാരിച്ചത്, സ്വത്തിന് വേണ്ടി നീ നിൻ്റെ അച്ഛനെ മറന്നോന്ന് ചോദിക്കുമ്പം എന്തായാലും എനിക്കിപ്പോൾ സ്വത്തുക്കളൊന്നുമില്ല. ഇവിടെ സ്വത്തുക്കളുള്ളത് മുഴുക്ക കണ്ണേട്ടനും മഹാലക്ഷ്മിക്കോ, അതുപോലെ തന്നെ മഞ്ജുവിനും വേണ്ട സ്വത്തൊക്കെ കണ്ണേട്ടൻ കൊടുക്കും. പക്ഷേ എനിക്കൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതുകൊണ്ട് കരുണയുടെ വീട്ടിലെ സ്വത്തെങ്കിലും എനിക്ക് വേണം. ആ സ്വത്തൊക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അവളെ നോക്കണേന് എനിക്കെന്താ പ്രശ്നം? അത്
അതുമാത്രമല്ല ഇനി അവൾ എൻ്റെ അടുത്ത് അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനും വരില്ല. സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും എടാ മോനെ, നിൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മോളല്ലേ ഇടാന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, അച്ഛൻ മരിച്ചു, ഇനിയിപ്പോൾ അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് അവളുടെ വീട്ടിലെ സ്വത്ത് മതി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത് തന്നെയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ മുത്തശ്ശി പോയിട്ട് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മേനെ കണ്ടതും മുത്തശ്ശി പോയിട്ട് എന്തായി, എന്നെ ഉണ്ണിയേട്ടൻ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ട മോളെ, എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും സമ്മതിക്കാതെ ഉണ്ണി നിന്നെ അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല. പിന്നെ ദുർഗയ്ക്ക് നിന്നോട് പണ്ടത്തെ ഇഷ്ടമൊന്നുമില്ല, ദുർഗയ്ക്ക് നിന്നോട് ഇപ്പോൾ വെറുപ്പാണ്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അമ്മയുടെ ഭർത്താവിനെയല്ലേ അച്ഛൻ കൊന്നത്, ആ ഒരു ദേഷ്യം അമ്മയ്ക്ക് ഇല്ലാണ്ടിരിക്കുമോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം വേറെ ഒന്നുമില്ല, കണ്ണനും മഹാലക്ഷ്മിയും സമ്മതിക്കണം, അതിന് നീ എങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും മഹാലക്ഷ്മിയെ കൊണ്ട് സമ്മതിപ്പിക്കണം, മഹാലക്ഷ്മി സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണനെ സമ്മതിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, മുത്തശ്ശി എന്താ പറയണേ, ഞാൻ അവളുടെ കാല് പിടിക്കണം എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ കാല് പിടിക്കേണ്ട വന്നാൽ പിടിക്കണം മോളെ, എന്തായാലും മോളിനി ഇവിടെ നിൽക്കുന്നത് മോളുടെ ജീവിതത്തിന് ദോഷം ചെയ്യും, ഈ സ്വത്തുക്കളൊന്നും മോൾക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, കേസ് നടത്തണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടി വരും, അത് മാത്രമല്ല കോടതി പിരിഞ്ഞ് പോരുന്ന സമയത്ത് കണ്ണൻ എന്നോട് പറഞ്ഞായിരുന്നു നഷ്ടപരിഹാരത്തിന് വേണ്ടി കണ്ണൻ കേസ് കൊടുക്കും, അപ്പോൾ 20 വർഷത്തെ നഷ്ടം പ്രതാപനും വാമദേവനും കണ്ണന് കൊടുക്കേണ്ട വരും, അതും കോടികൾ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കോടികൾ കൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ മോളുടെ അച്ഛൻ്റെ എല്ലാ സമ്പാദ്യവും വിൽക്കേണ്ട വരും മോളെ, അതുകൊണ്ട് മോളെ എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാല് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല കമലേശ്വരത്തേക്ക് തിരികെ എത്താൻ നോക്കുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ കാല് പിടിക്കാനും അവളുടെ അടുത്ത് പോകാനും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ അച്ഛൻ തന്നെയല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്, എന്തായാലും വേണ്ടില്ല ഞാൻ അവളുടെ കാല് പിടിച്ച് നോക്കാം, എന്തായാലും എനിക്ക് ഇതുപോലെ ഒരു വിധി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അവൾ ഇവിടെ ആയിരുന്നപ്പോൾ എൻ്റെ ദാസിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ അവളുടെ തണലിൽ ഞാൻ ജീവിക്കേണ്ട വരുമല്ലോ, ഇതെന്തൊരു ഗതികേടാ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളിനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട, മോൾക്കടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നും പറഞ്ഞ് ഈ കരുണയോട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വന്നിട്ട് കരുണയോട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടി, നീ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത്, എന്തായാലും അന്ന് നിൻ്റെ അച്ഛനോട് കണ്ണനും ലക്ഷ്മി മോളും എല്ലാവരും ക്ഷമിച്ചതായിരുന്നു, എന്നിട്ടും നീ അത് വക വയ്ക്കാതെ ലക്ഷ്മി മോളെ സ്റ്റെപ്പിൽ നിന്ന് ഉന്തി താഴെ ഇട്ടതുകൊണ്ടല്ലേ ഇപ്പോൾ പ്രശ്നങ്ങൾ ഇത്രയും കൈവിട്ടു പോയത്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ കണ്ണൻ്റെ അച്ഛനെ കൊന്നതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന്, അവൾ നിന്നെ ദ്രോഹിച്ചൊന്നുമില്ലല്ലോ, വീട്ടുജോലികൾ ചെയ്യാനല്ലേ പറഞ്ഞോളൂ, അതിന് നീ ഈ ഒരു ദ്രോഹം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, നിങ്ങളൊരമ്മയാണോ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൂത്ത മോളെക്കുറിച്ച് മാത്രമല്ലേ വിചാരമുള്ളൂ, അല്ലാതെ എന്നെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല, എന്തായാലും ഞാൻ ഇന്ന് തന്നെ അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും കമലേശ്വരത്തേക്ക് പോകാൻ നോക്കാമെന്നും പറഞ്ഞ് കരുണ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും കുഞ്ഞും അതുപോലെ ലേഹിയൊക്കെ ഇങ്ങനെ റൂമിലിരിക്കുമ്പം ഈ കരുണ റൂമിലോട്ട് കയറി വരുന്നുണ്ട്. കരുണയെ കണ്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ ഭയത്തോടു കൂടിയാണ് കരുണേനെ നോക്കണേ. ഈ സമയത്ത് കരുണ തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞിനെ കാണുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടതും കരുണ പറയുന്നുണ്ട്, ഇവളുടെ കുഞ്ഞ് എന്ത് നല്ല കുഞ്ഞാ, എനിക്കും ഇതുപോലെ ഒരു കുഞ്ഞുണ്ടാവേണ്ടതായിരുന്നു, എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത്, ഇനിയിപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടാവുമല്ലോ, എന്നാലും ആ കുഞ്ഞിന് വേണ്ടി ഇവളുടെ കാല് പിടിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ അടുത്തേക്ക് വന്നിട്ട്, ലക്ഷ്മി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇനിയും എന്നെ ദ്രോഹിക്കാനാണോ എന്ന് ചോദിക്കുമ്പം, അല്ല ലക്ഷ്മി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ദേഷ്യം വന്നാൽ എനിക്ക് കണ്ണ് കാണൂല, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാ, അതിന് നീ എന്നോട് ക്ഷമിക്കണം, എന്തായാലും അച്ഛനിപ്പോൾ ജയിലിലായി, ഇനി എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല, മുത്തശ്ശി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കമലേശ്വരത്തേക്ക് തിരികെ പോകാൻ പറഞ്ഞ്, എന്തായാലും കമലേശ്വരത്തെ തറവാട് കണ്ണേട്ടൻ്റെ പേരിലല്ലേ, കണ്ണേട്ടൻ സമ്മതിക്കാതെ എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഉണ്ണിയേട്ടൻ പറഞ്ഞത് കണ്ണേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ പോരേന്നാ, അതുകൊണ്ട് ലക്ഷ്മി കണ്ണേട്ടനോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി കണ്ണേട്ടനോട് ഒന്നും സംസാരിക്കാൻ പോണില്ല, എന്തായാലും കണ്ണേട്ടൻ നിൻ്റെ അച്ഛനോട് ക്ഷമിച്ചതായിരുന്നു, എന്നിട്ട് നീ എന്നോടും എൻ്റെ കുഞ്ഞിനോടും ആ ഒരു ദ്രോഹം ചെയ്തുകൊണ്ടാണ് നിൻ്റെ അച്ഛനിപ്പോൾ ജയിലിൽ കിടക്കണത്, അപ്പോഴേ ഞാൻ പറഞ്ഞതാ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന്, അപ്പോൾ നിനക്കൊരു അനുസരണ ഉണ്ടായില്ലല്ലോ എന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, മഹി എന്തിനാ ഇവളോടൊക്കെ സംസാരിക്കാൻ നിൽക്കണേ, അല്ലെങ്കിൽ തന്നെ ദുഷ്ട മനസ്സുമായിട്ട് നടക്കണവളാ, ഇവളുടെ അച്ഛനും അതെ മുത്തശ്ശി അതെ, അച്ഛനും മുത്തശ്ശിയും വളർത്തി ഇവൾക്കും ആ ഒരു സ്വഭാവം തന്നെയായി, എന്തായാലും നീ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ നോക്ക്, ഇനിയിപ്പോൾ ഇവൾ വന്നത് മഹീനെ കുഞ്ഞിനെ ഉപദ്രവിക്കാനല്ലെന്ന് ആര് കണ്ടു എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ ആരും ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ ലക്ഷ്മിയോട് മാപ്പ് പറയാൻ വന്നതാണ്, ലക്ഷ്മി എന്നോട് പൊറുക്കണം, കണ്ണേട്ടനോട് പറയുകയും ചെയ്യണമെന്ന് പറയുമ്പം ഈ
ലേഖ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിന്നെ കമലേശ്വരത്തേക്ക് കയറ്റുമെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട. പിന്നെ ഉണ്ണിക്ക് നിന്നെ സ്വീകരിക്കാൻ സമ്മതമാണെങ്കിൽ നിനക്ക് വീടുണ്ടല്ലോ, ഉണ്ണീനെയും വിളിച്ചുകൊണ്ട് നീ അവിടെ പോയി താമസിച്ചോളാം. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനൊക്കെ പൊളിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് കരുണ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കരുണ കുഞ്ഞിൻ്റെ നേരെ നോക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട്, എന്താടി കുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് കൊല്ലാൻ തോന്നുന്നുണ്ടോ? സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അതിന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്ന് പോകുന്നുണ്ട്. കരുണ പോണ കാണുമ്പം ഈ മഹാലക്ഷ്മിക്ക് ഒരു സങ്കടമൊക്കെ ആവുന്നുണ്ടെങ്കിലും ലേഖ പറയുന്നുണ്ട്, ഇതൊക്കെ അവളുടെ അഭിനയമായിരിക്കും, ഒരിക്കലും വിശ്വസിക്കരുത് മഹി. ഇതിനു മുമ്പ് അവളെ വിശ്വസിച്ചതുകൊണ്ടാണ് മഹിക്ക് ആ ഒരു അവസ്ഥ സംഭവിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ മഹിക്കും കുഞ്ഞിനും ഒന്നും പറ്റാതെ മഹിയെയും കുഞ്ഞിനെയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. ഇനി അവളെ കമലേശ്വരത്തേക്ക് കയറ്റാൻ ഞാനും അനന്തേട്ടനും ആരും സമ്മതിക്കില്ല. അതിനുവേണ്ടി മഹി കണ്ണേട്ടനോട് പറയുകയും വേണ്ടാന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല ലേഖേ, ഇനി അവളോട് എനിക്കൊരു മനസ്താപമില്ല. എന്തായാലും 8 മാസം ഗർഭിണിയായ എന്നെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് അവളോട് അനുകമ്പം കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന്. അങ്ങനെ ഇവരും സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.